ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയന്റെ അമ്മ ഹോസ്റ്റലിൽ എത്തിയ ശേഷം പാറുവിനെ തലങ്ങും വിലങ്ങും അങ്ങ് അടിക്കാനട്ടോ. അതും ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രിയന്റെ അമ്മ പാറുവിനെ ശപിച്ചിട്ടാണ് കേട്ടോ ഹോസ്റ്റലിൽ നിന്നും പോകുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോനെ ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തിയ എന്നെ ദൈവം വെറുതെ വിടിലടി എന്നുള്ള ശാപവാക്കുകളൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ട് പോകുന്നത്. എന്നിട്ട് ഹോസ്റ്റലിൽ വിഷമിച്ചിരിക്കുന്ന പാറുവിന്റെ അടുത്തേക്ക് ഇരയും ഐഷയും ജെന്നിഫറും ചെല്ലാണ് കേട്ടോ. എന്നിട്ട് പാർവതിയോട് ചോദിക്കാണ്, ആ പ്രിയന്റെ അമ്മ ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ അടിച്ചിട്ട് നീ എന്താ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടോണ്ട് നിന്നത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണം, ഏതമ്മയ്ക്കാണ് സ്വന്തം മകൻ കെട്ടവനാണെന്നുള്ളത് കേൾക്കാൻ ഇഷ്ടപ്പെടുക? അവരുടെ മകൻ ചെയ്ത തെറ്റ് അത് ആ അമ്മ വിശ്വസിക്കുന്നില്ല. ആ ഒരു ദേഷ്യത്തിലാണ് അവരെന്നെ അടിച്ചത്. അവർക്ക് എന്നെ അടിച്ചത് കൊണ്ട് മനസ്സിലേക്ക് ചെറിയൊരു ദേഷ്യം അടങ്ങിയിട്ടുണ്ടാവുമല്ലോ, അവർക്കൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും. അതുമാത്രം മതി എനിക്ക്. ഇതാണ് ഞാൻ അവർ പറയുന്ന ഒന്നിനും മറുപടി കൊടുക്കാതെ കേട്ടോണ്ട് നിന്നത് എന്ന് പറയട്ടോ. ആ സമയത്താണ് അവിടേക്ക് മുക്തയും ഫ്രണ്ട്സുകളും വരുന്നത് കേട്ടോ. എന്നിട്ട് മുക്ത ദേഷ്യത്തിൽ പറയാണ്, മീര പട്ടിക്കാട്ടുകാരിയെ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഈ ഹോസ്റ്റലിൽ നിന്നും ഇറക്കി വിടണം. ഇവിടെ താമസിക്കാൻ വേണ്ടി ഇനി ഇവളെ സമ്മതിക്കരുത്. ഇവള് കാരണം നമ്മുടെ ഹോസ്റ്റലിൽ ഓരോ പ്രശ്നങ്ങളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവളെ ഏതോ ഒരു സ്ത്രീ വന്നിട്ട് തലങ്ങും വിലങ്ങും അടിച്ചിട്ടാണ് പോയത്. ഇനി നാളെ ഇതിന്റെ പേരിൽ ഇവിടേക്ക് പോലീസുകാർ വരും. അപ്പോൾ പോലീസിനും കയറി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഇനി ഇവൾ ഇവിടെ നിൽക്കാൻ സമ്മതിക്കരുത്. കാരണം നമുക്ക് എല്ലാവർക്കും ഇനി ശല്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇവളെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിർത്തരുത് എന്ന് പറയുമ്പോൾ മീരയും ജെന്നിഫറും ഐഷയും ഒക്കെ പറയണേ, നിങ്ങൾക്ക് ഇവളെ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത്? ഞങ്ങൾ ആരും ഇവളെ ഈ ഹോസ്റ്റലിൽ നിന്നും പറഞ്ഞയക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പാർവതി കാരണം ബുദ്ധിമുട്ടും ശല്യവുമാണെങ്കിൽ നിങ്ങൾ വേറെ ഹോസ്റ്റൽ നോക്കിക്കോ, ഇവിടെ നിന്നും അങ്ങ് പോയാൽ പോരെ. അല്ലാതെ ഇവിടെ നിന്നും പാർവതിയെ ഞങ്ങൾ ആരും വിടത്തില്ല എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ മുക്തയുടെ കൂടെ വന്ന ഫ്രണ്ട്സ് പറയണേ, നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ഇവളോട് കളിച്ചാൽ നിങ്ങളെല്ലാം വിവരം അറിയും എന്ന് പറയുമ്പോൾ മീര പറയണേ, ഇനി ഈ റൂമിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, ഞങ്ങളെ ശല്യപ്പെടുത്തിയാൽ ഞങ്ങൾ ഇപ്പം തന്നെ വാർഡനെ വിളിക്കുമെന്ന് പറയുമ്പോൾ മുക്ത ചെറുതായിട്ടൊന്ന് പേടിക്കാട്ടോ. അപ്പോൾ മുക്ത പറയണേ, നിങ്ങളാരും ഞാൻ പറയുന്നത് അനുസരിച്ചിട്ടില്ലെങ്കിൽ ഈ ഹോസ്റ്റലിൽ നിങ്ങൾ മനസമാധാനത്തോടെ താമസിക്കില്ല. അപ്പോൾ ജെന്നിഫർ പറയണേ, വെറുതെ ഇവിടെ നിന്ന് ഓരോന്ന് വിളിച്ച് പറയാതെ ഈ റൂമിൽ നിന്ന് പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ മുക്തയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് ഇറങ്ങി പോവാണ്. അവര് പോയി കഴിഞ്ഞ ശേഷം മീര പാർവതിയോട് പറയണേ, ഇനി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഐഷ പറയണേ, ആരാണ് ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ അറിയുമോ? ഇത്രയ്ക്ക് ധൈര്യം ഈ പാവം പിടിച്ച പ്രാണിക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് അവരെല്ലാവരും തമാശയോട് കൂടി മീരയെ ഒന്ന് കളിയാക്കാൻ കേട്ടോ. അങ്ങനെ 4 പേരും കൂടി സന്തോഷത്തോടു കൂടി തമാശയൊക്കെ പറഞ്ഞ് പാർവതിക്ക് നല്ല ധൈര്യം കൊടുക്കുകയാണ്. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് ഉഷ പ്രിയനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് കോൺസ്റ്റബിളോട് പറയണേ, എനിക്ക് പ്രിയനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ഞാൻ പ്രിയൻ്റെ ചേച്ചിയാണെന്ന് പറയണേ. അങ്ങനെ പ്രിയൻ്റെ അടുത്തേക്ക് ഉഷ ചേച്ചി ചെല്ലുകയാണ്. എന്നിട്ട് പ്രിയൻ്റെ അവസ്ഥ കാണുന്ന സമയത്ത് ഉഷ ചേച്ചിക്ക് വല്ലാത്ത സങ്കടം വരും കേട്ടോ. എന്നിട്ട് പ്രിയ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഉഷ ചേച്ചി പൊട്ടിക്കരയുകയാണ്. അപ്പോൾ പ്രിയൻ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, എന്തിനാണ് ചേച്ചി ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കാരണമല്ലേ പ്രിയ നിനക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഉഷ ചേച്ചി പൊട്ടിക്കരയുന്നത്. നിന്നോട് ഫോൺ ചോദിച്ചത് കൊണ്ടല്ലേ നീ ആ ഭാഗത്തേക്ക് പോയത്, ഞാൻ കാരണമാണ് നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്, ഈ ചേച്ചിയോട് ക്ഷമിക്ക് എന്നും പറഞ്ഞ് ഉഷ ചേച്ചി പൊട്ടിക്കരയാണ്. ഓ പ്രിയം പറയണേ, ചേച്ചി ഇങ്ങനെ കരയരുത്, ഇതിപ്പോ എൻ്റെ സമയദോഷം കൊണ്ടാണ്. അല്ല ചേച്ചിയുടെ കുഞ്ഞിനെങ്ങനെയുണ്ട്, അവന് സുഖപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഈ അവസ്ഥയിലും നീ എൻ്റെ കുഞ്ഞിനെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത് പ്രിയ, ഇത്രയും നല്ല മനസ്സുള്ള നിന്നെ കുറിച്ചാണല്ലോ പാർവതി ഇങ്ങനെ തെറ്റിദ്ധരിച്ച് മൊഴി കൊടുത്തത് എന്ന് പറഞ്ഞ് വീണ്ടും ചേച്ചി കരയാട്ടോ. അപ്പോൾ പ്രിയം പറയാണ്, അവളുടെ പേരിൽ ഒരു തെറ്റുമില്ല, ആരായാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യത്തുള്ളൂ, ഞാനാണ് ചെയ്തത് എന്നുള്ളത്. പാർവതിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലുമാണ് ഇത് കണ്ടതെങ്കിൽ അവരൊക്കെ എന്നെ സംശയത്തോടെയാണ് നോക്കത്തുള്ളൂ. പാർവതി ചെയ്തതിൽ ഒരു തെറ്റുമില്ല പ്രിയ, പാർവതി ചെയ്തത് തെറ്റു തന്നെയാണ്. അവൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തെറ്റാണ്. ഞങ്ങൾ എല്ലാവരും അവളോട് സംസാരിച്ചു, ജയന്തിയും മോഹനനും അങ്ങനെ എല്ലാവരും അവളോട് സംസാരിച്ചിട്ടും അവളുടെ തെറ്റ് അവൾ മനസ്സിലാക്കുന്നില്ല. എല്ലാ സത്യവും അവളോട് തുറന്നു പറയാൻ വേണ്ടി പാർവതിയുടെ അടുത്തേക്ക് ചെന്നു. പക്ഷെ അവൾ അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അപ്പോൾ പ്രിയൻ ചോദിക്കുകയാണ്, എന്ത് പാർവതി
പാർവതിയോട് എല്ലാ കാര്യവും പറഞ്ഞോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് പാർവതിയുടെ അടുത്തേക്ക് ചെന്നത്. പക്ഷെ അതൊന്ന് കേൾക്കാൻ പോലും അവൾ കൂട്ടാക്കുന്നില്ല. അവൾ നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും അവൾ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ് എന്ന് പറയട്ടോ. അപ്പോൾ പ്രിയം പറയണേ, എനിക്ക് വേണ്ടി ഇനി ചേച്ചി അവളോട് സംസാരിക്കരുത്. ഈ സത്യം ചേച്ചി ഇനി ആരോടും പറയരുത്. എന്താ പ്രിയ നീ പറയുന്നത്? എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി നീ ഇത്രയും അധികം ചെയ്തിട്ടും ഞാൻ അത് പറയാതിരിക്കാനോ? ഞാനത് പറയാതെ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചാൽ എന്നെ പോലത്തെ ഒരു മഹാഭാവി പിന്നെ ഈ ലോകത്തുണ്ടാവില്ല. പ്രിയം പറയണ, അയ്യോ ചേച്ചി ഇക്കാര്യം ആരോടും പറയരുത്. ആരോട് പറഞ്ഞാലും അത് കരുണാകരന്റെ ചെവിയിലെത്തും. ചേച്ചി ഫോണിൽ സംസാരിച്ചതും എല്ലാം അയാൾ അറിയും. ജോലി സമയത്ത് ഫോണിൽ സംസാരിച്ചു എന്നുള്ള കാരണത്താലാവും പിന്നെ ചേച്ചിയുടെ ജോലി അയാൾ കളയുക. ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക? ഒന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല പ്രിയ. കാരണം നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നാളെ തന്നെ എല്ലാവരോടും ഈ സത്യം തുറന്നു പറയും. അയ്യോ ചേച്ചി ഇക്കാര്യം എല്ലാവരോടും പറഞ്ഞാലും ആരും അത് വിശ്വസിക്കില്ല. അഥവാ ഇനി വിശ്വസിച്ചാലും ചേച്ചിക്ക് ഡ്യൂട്ടി ടൈമിൽ ഞാൻ ഫോൺ തന്നതിന്റെ പേരിൽ എന്റെ ജോലിയും പോവും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെയായി പോവും. ഉഷ ചേച്ചി പറയണ, അയ്യോ എനിക്ക് വേണ്ടി നീ നല്ല ഒരു കാര്യം ചെയ്തിട്ട് നിനക്ക് ഇത്രയും വലിയ ശിക്ഷ കിട്ടിയല്ലോ. എനിക്ക് വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ബലിയാടാവുകയല്ലേ ചെയ്തത് എന്ന് പറയുമ്പോൾ പ്രിയം പറയണ, ചില നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ചിലതൊക്കെ സഹിച്ചേ പറ്റൂ. ദൈവത്തിന് അറിയാലോ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. സത്യം മാത്രമാണ് വിജയിക്കുകയുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ചേച്ചി എനിക്ക് സത്യം ചെയ്തു തരണം. ഇക്കാര്യം ആരോടും പറയില്ല എന്നുള്ള സത്യം എനിക്ക് ഇപ്പം തന്നെ തരണം എന്ന് പറഞ്ഞ് പ്രിയൻ കൈ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഉഷ ചേച്ചി പ്രിയന് സത്യം ചെയ്തു കൊടുക്കാണ്, ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല. സത്യം ചെയ്തു കൊടുത്ത ശേഷം പ്രിയൻ ചോദിക്കാണ്, എങ്ങനെയുണ്ട് കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ കണ്ണ് തുറന്നു, ഒരു ദിവസം കഴിഞ്ഞാൽ അവർ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ പ്രിയം പറയണ, അത് മതി എനിക്കിപ്പോൾ സമാധാനമായി. വേറെ ഒന്നും ചേച്ചി ഇപ്പോൾ ആലോചിക്കേണ്ട. ചേച്ചി കുട്ടിയെ നല്ലതുപോലെ നോക്കിയാൽ മതി, ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇപ്പം ചേച്ചി പോയിക്കോ എന്ന് പറഞ്ഞ് ഉഷ ചേച്ചിയെ പ്രിയൻ അവിടെ നിന്നും പറഞ്ഞയക്കാൻ കേട്ടോ. അങ്ങനെ ഉഷ ചേച്ചി പ്രിയൻ്റെ ആ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോകുന്നത്. എന്നിട്ട് നേരെ PKR സാറിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. എന്നിട്ട് സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മുതലാളിയെ ഒന്ന് കാണണം എന്ന് ഉഷ ചേച്ചി പറയുമ്പോൾ, ഇല്ല ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെ പറയരുത്, എനിക്ക് അർജൻറ്റായിട്ട് ഒരു കാര്യം പറയാനാണ്. ഞാൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് സാറിനെ ഒന്ന് കാണണമെന്ന് വീണ്ടും ഉഷ ചേച്ചി പറയുന്ന സമയത്ത് ആ സെക്യൂരിറ്റി, കാണാൻ പറ്റില്ല എന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളിപ്പോൾ പോവാൻ നോക്ക് എന്ന് പറയുമ്പോഴാണ് ഇത് കേട്ടും കൊണ്ട് കൈലാസ് അകത്ത് നിന്നും വരുന്നത്. അപ്പോൾ സെക്യൂരിറ്റിയോട് പറയണം, അവരെ ഇങ്ങ് അകത്തേക്ക് വിട് എന്ന് പറയട്ടോ. അങ്ങനെ കൈലാസിൻ്റെ അടുത്തേക്ക് ഉഷ ചേച്ചി ചെല്ലുകയാണ്. എന്നിട്ട് എന്തിനാണെന്ന കാര്യങ്ങളൊക്കെ കൈലാസ് ചോദിച്ചറിയട്ടോ. അങ്ങനെ ഉഷ ചേച്ചി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പ്രിയനെ കുറിച്ചുള്ളത് പറയാണ്. അത് കേട്ടപ്പോൾ കൈലാസിനെ പ്രിയനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ കൈലാസ് അപ്പം തന്നെ സ്റ്റേഷനിലേക്ക് പോവാൻ കേട്ടോ. എന്നിട്ട് സ്റ്റേഷനിൽ വെച്ച് കേസുമായി സംസാരിക്കുകയാണ്. പ്രിയൻ ഒരു നിരപരാധിയാണെന്നുള്ളതും ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ കൈലാസ് പറയാണ്. അങ്ങനെ സ്റ്റേഷനിൽ നിന്നും പ്രിയനെ ഇറക്കി കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ പ്രിയന്റെ നിരപരാധിത്വം തെളിയിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം പ്രിയന്റെ അവസ്ഥ കണ്ടപ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം വരിക കേട്ടോ. അപ്പോൾ അമ്മയും അനിയത്തിയും പ്രിയന്റെ അടുത്ത് ചെന്നിട്ട് എൻ്റെ ദേഹത്ത് ചൂടൊക്കെ വെച്ച് കൊടുക്കാൻ കേട്ടോ. പോലീസുകാർ പ്രിയനെ നന്നായിട്ട് തന്നെ അടിച്ചിട്ടുണ്ടാവും. അങ്ങനെ അമ്മ കരഞ്ഞുകൊണ്ട് പ്രിയന്റെ ദേഹത്ത് ഈ ചൂടൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയന്റെ അനിയത്തി അങ്ങ് പറയാണ്, അമ്മ ഹോസ്റ്റലിൽ ചെന്ന് പാർവതിക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട്, അതും ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് അവളെ അപമാനിച്ച് വിടുകയും ചെയ്തിട്ടുണ്ട്. കേട്ടപ്പോൾ പ്രിയൻ ആകെ ഷോക്കാവുക കേട്ടോ. എന്നിട്ട് എന്തിനാ അമ്മ ഇത് ചെയ്തത്? എന്തിനാണ് പാർവതിയെ പോയിട്ട് അടിച്ചത്? എന്തിനാണ് അവളെ ഹോസ്റ്റലിൽ പോയി അപമാനിച്ചത്? ഞാൻ ചെയ്തതിൽ എന്ത് തെറ്റാണുള്ളത്? നിന്നോട് അവൾ ചെയ്തത് കണ്ടില്ലേ? നിന്റെ ദേഹം ആ സകലം അടി വീണത് കണ്ടില്ലേ? ഇതൊക്കെ അവൾ കാരണമല്ലേ? അവൾ ചെയ്ത ചതിക്ക് പിന്നെ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണോ? അപ്പോൾ പ്രിയം പറയണേ, എന്താ അമ്മ ഈ കാണിച്ചത്? ഏതോ ഒരു നാട്ടിൽ നിന്നും വന്ന് തനിച്ച് കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ ഒരു പാവമാണ് അമ്മേ എന്ന് പറയുമ്പോൾ വീണ്ടും പ്രിയന്റെ അമ്മയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട്, അവൾ ഒരു പാവമായിട്ടാണോ നിന്നെ ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തിയത്? അത്രയും വലിയ ഒരു കമ്പനിയിലെ ഒരു സ്റ്റാഫ് പോലും നിന്നെ സംശയിച്ചില്ല, അവളല്ലേ സംശയിച്ച് നിന്നെ കുറ്റപ്പെടുത്തിയത്. അവൾ നിനക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തി നിന്നെ ശിക്ഷിക്കാനല്ലേ അവൾ നോക്കിയത്? നീ എനിക്ക് ഒരേ ഒരു മകനാണ്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കും ഇവൾക്കും പിന്നെ ആരുണ്ട്? അപ്പോൾ പ്രിയ മനസ്സിൽ ചിന്തിക്കാണ്, അമ്മ പാർവതിയെ ഹോസ്റ്റലിൽ പോയി അടിച്ചിട്ടുണ്ട്, അവളിപ്പോൾ ഏത് മാനസിക
മാനസികാവസ്ഥയിലാണാവോ, എന്തായാലും അവളെ ഇപ്പം തന്നെ ഒന്ന് പോയി കാണണം എന്നും പറഞ്ഞ് പ്രിയൻ ഡ്രസ്സ് മാറിയിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് പോവാൻ ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഈ സമയത്ത് നീ ഇപ്പോൾ എവിടേക്കാണ് പോവാൻ ഒരുങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയൻ പറയണേ, ഇവിടേക്ക് വന്നപ്പോൾ മുതൽ ഒരു മനസമാധാനവുമില്ല, ഞാൻ പുറത്തു പോയി കുറച്ച് നേരം ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ അമ്മ ചോദിക്കാണ്, അല്ല പ്രിയ, നീ കള്ളു കുടിക്കാനാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മ ഈ പറയുന്നത്? സാധാരണ ആൺകുട്ടികൾക്ക് മനസമാധാനമില്ല എന്ന് കണ്ടാൽ കള്ളു കുടിക്കാനാണ് പോവാറുള്ളത്, അതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞതാണ് അമ്മ. എല്ലാ അമ്മ ഇങ്ങനെ സംശയത്തോടു കൂടി നോക്കിക്കോ, ഞാൻ ഇവിടെ ഇരുന്ന് മനസമാധാനം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ചു നേരം മോഹനനുമായി സംസാരിച്ച് വരാം എന്ന് കരുതി ഞാൻ മോഹനന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോടാ മോനെ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ വന്നിട്ട് കഴിച്ചോളാം എന്നും പറഞ്ഞ് പ്രിയൻ പെട്ടെന്ന് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്തിനാടി നീ ആ പാർവതിയെ ഞാൻ അടിച്ച കാര്യം നീ പറഞ്ഞത്? അവൻ അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇവിടെ നിന്നും പോയത്. അപ്പോൾ പിന്നെ അമ്മ അടിച്ചത് തന്നെയല്ലേ, അത് പിന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞു എന്ന് കരുതി എന്ത് തെറ്റാണുള്ളത്? പിന്നീട് പ്രിയൻ ഹോസ്റ്റലിൽ എത്തിയ ശേഷം സെക്യൂരിറ്റി അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി ചോദിക്കുകയാണ്, നിന്നെ പോലീസ് പിടിച്ച കാര്യം നിന്റെ അമ്മ ഇവിടെ വന്ന് ആ പെൺകുട്ടിയുമായി ബഹളം വെച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നീ വിഷമിക്കേണ്ട പ്രിയ, നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ദൈവത്തിന്റെ ചെറിയ പരീക്ഷണങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ പാർവതി നിന്റെ നിരപരാധിത്വം മനസ്സിലാക്കുമെന്ന് പറയുമ്പോൾ പ്രിയം പറയണ, അത് തന്നെയാണ് എന്റെയും വിശ്വാസം ചേട്ടാ. അല്ലെങ്കിൽ നാളെ പാർവതി എന്റെ നിരപരാധിത്വം മനസ്സിലാക്കുമെന്നാണ് എന്റെയും വിശ്വാസം എന്ന് പറയട്ടോ. എനിക്കിപ്പോൾ പാർവതിയെ കണ്ടൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അതിന് ആദ്യം വാർഡന്റെ സമ്മതം വേണം, വാർഡനോട് ചോദിച്ചാലാണ് കാണാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അത് വേണ്ട, എനിക്ക് പാർവതിയെ കണ്ട് അമ്മ വന്ന് ചെയ്ത് ബഹളം വെച്ചതിനും അവളെ അടിച്ചതിനുമൊക്കെ ഒന്ന് സോറി പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അതിന് ഇന്ന് പ്രിയന്റെ അമ്മ വന്ന് ഇവിടെ ബഹളം വെച്ചതുകൊണ്ട് വാർഡൻ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും വന്നാൽ എന്നോട് പറയാതെ ഇനി ആരെയും കാണിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ കയ്യോടെ തന്നെ പാർവതിയുമായിട്ട് വരാമെന്ന് പറയട്ടോ. അപ്പോൾ പ്രിയം പറയണേ, അത് വേണ്ട, വാർഡനെ ആയിരുന്നു അറിയിക്കേണ്ട, ഞാൻ നാളെ പാർവതിയെ കണ്ട് സംസാരിച്ചോളാം എന്ന് പറയട്ടോ. അപ്പോൾ ആ സെക്യൂരിറ്റി പറയണേ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട പ്രിയ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ നിരപരാധിത്വം അറിയാം, എപ്പോഴും പഴയതുപോലെ സന്തോഷമായിട്ടിരിക്കണം പ്രിയ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സെക്യൂരിറ്റി പ്രിയനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നത്. അങ്ങനെ പ്രിയം പോകുന്ന സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്ത് വന്നാലും ശരി എനിക്കിന്ന് പാർവതിയെ കാണണം, പാർവതി കാണാതെ ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോവില്ല എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. ഈ സമയം പാർവതി ആണെങ്കിലോ പ്രിയൻ്റെ അമ്മ വന്ന് ശപിച്ചിട്ട് പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പാർവതിക്ക് പാർവതിയുടെ അമ്മയെയും അച്ഛനെയും ചേച്ചിയെയും ഓർമ്മ വരികയാണ് കേട്ടോ. അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് പാർവതി ബാൽക്കണിയിലേക്ക് വരികയാണ്. എന്നിട്ട് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് പ്രിയൻ അതുവഴി പോകുമ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ പാർവതിയെ കാണാണ്. പാർവതി ബാൽക്കണിയിൽ നിൽക്കുന്നത് പ്രിയനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. പാർവതിയെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുകയാണ് പ്രിയൻ, പാർവതി ഇവിടെ നിൽക്കുന്നുണ്ടോ, എനിക്ക് എങ്ങനെയെങ്കിലും പാർവതിയോടൊന്ന് സംസാരിക്കണമല്ലോ, അതിനെന്താ ഇപ്പോൾ ചെയ്യുക എന്നിങ്ങനെ ആലോചിക്കാം കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ തൊട്ടടുത്ത് ഒരു മരം നിൽക്കുന്നത് കാണാണ് പ്രിയൻ. അപ്പോൾ പ്രിയൻ ആ മരം വഴി അതുവഴി പാർവതിയുടെ അടുത്തേക്ക് ചെന്ന് പാർവതിയോട് സംസാരിക്കാം, ഒരു സോറി പറയാം എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രിയൻ അവിടേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പാർവതിയുടെ അടുത്തേക്ക് മീരയും ആയിഷയും ജെന്നിഫറും കൂടി വരുന്നത് കേട്ടോ. എന്താ പാർവതി നീ ഇങ്ങനെ വിഷമിച്ച് തനിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് അവർ വരുന്നത്. പ്രിയനെ സ്റ്റേഷനിൽ നിന്നും കൈലാസ് ഇറക്കി കൊണ്ടുവരുന്ന സമയത്ത് കൈലാസിനോട് പ്രിയൻ പറയുന്നുണ്ട്, ഞാനിനി കമ്പനിയിലേക്ക് വരുന്നില്ല ജോലി ചെയ്യാനെന്ന് പറയുമ്പോൾ കൈലാസ് പറയണേ, നീ എന്തുകൊണ്ട് വരുന്നില്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നീ വരാതിരുന്നാൽ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും കരുതും നിനക്ക് അവരെ ചെയ്യാനുള്ള മടി കൊണ്ടാണെന്ന് അവർ കരുതും. അതുകൊണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നിന്റെ മനസാക്ഷിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നീ ഉറപ്പായും അവിടെ ജോലിയിൽ തുടരണം, നീ ജോലിക്ക് നാളെ മുതൽ വന്നേ മതിയാവൂ എന്ന് പറയട്ടോ. അങ്ങനെ കൈലാസ് നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ പ്രിയം വീണ്ടും അവിടേക്ക് ജോലിക്ക് പോവാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് കേട്ടോ വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ പാർവതിയോട് സംസാരിക്കാൻ വേണ്ടി പ്രിയൻ മരത്തിലേക്ക് കയറുന്ന സമയത്ത് ഇവരെ 3 പേരെയും കാണുമ്പോൾ പ്രിയൻ ഇനിയിപ്പോൾ എങ്ങനെ പാർവതിയോട് സംസാരിക്കും എന്ന് മനസ്സിൽ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പാർവതി തല ചുറ്റി താഴേക്ക് വീഴാണ് കേട്ടോ. അതോടുകൂടി ആയിഷയും മീരയും ജെന്നിഫറും കൂടി പാർവതിയെ അങ്ങ് താങ്ങി പിടിക്കുകയാണ്. എന്നിട്ട് റൂമിലേക്ക് കയറ്റി കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ പ്രിയൻ അത് കാണുമ്പോൾ എന്തു പറ്റി പാർവതിക്ക്, എന്താണ് പാർവതി പെട്ടെന്ന് തല കറങ്ങി വീണത്, ഇനിയിപ്പോൾ എങ്ങനെ അറിയും എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ ബാൽക്കണിയുടെ ആ ഭാഗത്തേക്ക് പ്രിയൻ ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പാർവതിക്ക്
എന്താണ് പറ്റിയത് എന്ന് അറിയാനുള്ള ആകാംക്ഷയോട് കൂടി പ്രിയൻ മനസ്സിൽ വെപ്രാളം പിടിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആരും കാണാതെ ഐഷയും മീരയും ജെനിഫറും കൂടി പാർവതിയുടെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കുന്നതൊക്കെ പ്രിയൻ അവിടെ നിന്ന് കാണുക കേട്ടോ. പാർവതിക്ക് എന്താണ് പറ്റിയത്, പാർവതി എന്താവും തല ചുറ്റി വീണത് എന്നുള്ള ടെൻഷനോട് കൂടിയിട്ട്